ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഹെഡ് ഷേപ്പിലുള്ള ഈ വാൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡാണ്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ വാൾ ഹാങ്ങിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഹേർഡ് ഷേപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ കാർഡ്ബോർഡും തന്നെ ഹേർഡ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ ചെയ്തെടുത്താം കേട്ടോ. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനെക്കാട്ടിയും കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഒരു ഹേർഡ് ഷേപ്പ് എടുക്കാം. എന്നിട്ട് കാർഡ്ബോർഡിൽ വെച്ചിട്ട് നമുക്ക് അതും മറ്റേത് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ കാർഡ്ബോർഡിൽ ഈ ഒരു ചെറിയ രീതിയിൽ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വരച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പേപ്പേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പേപ്പറിൻ്റെ ഒരു പീസ് 4 ഭാഗമായിട്ട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈർക്കിളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും സ്റ്റിക്കായാലും മതി കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പേപ്പറിന്മേൽ ഇതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ പേപ്പർ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഹേർഡ് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് എടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇനി നമ്മളെ പരിപാടി. അപ്പോൾ അത് ഈ ഓരോ സ്റ്റിക്കുകളും ഇതുപോലെ ഇങ്ങനെ ഇത്രയും സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ ഓരോ സ്റ്റിക്കും വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് ഈ രീതിയിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഫെവിക്കോൾ വെച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലത്തെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് ഇനി നമുക്ക് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ A4 ഷീറ്റ്, റെഡ് കളർ A4 ഷീറ്റ് ഇതുപോലെ ഒരു സർക്കിൾ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാൻ ഒരു റോസ് ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അത് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഭാഗം, ആ ഒരു ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം എടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് എൻഡ് വരെ അങ്ങനെ ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ വല്ല ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴാണ് അവിടെ ഇങ്ങനെ നന്നായിട്ട് ഉറച്ച് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ചെറിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ലീഫ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മളെ ലീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫെവിക്കോൾ വെച്ചിട്ട്.
അപ്പോൾ എല്ലാം പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫേവിക്കോൾ മാത്രം മതി. ഇത്രയും ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ലേ. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ട പണിയാണ്. അപ്പോൾ ഞാൻ ഇത് വന്നിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫേവിക്കോൾ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം വരില്ല. അപ്പോൾ ഞാൻ എൻ്റെ പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഹേർട്ട് ഷേപ്പുമ്പോൾ ഫ്ലവേഴ്സൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ആദ്യം കരുതിയിട്ടില്ലായിരുന്നു, ഇപ്പം ഇങ്ങനെ ആലോചിച്ചെടുത്താണ്. അപ്പോൾ എന്തായാലും ഞാൻ മെറ്റാലിക് കളറാണ് എടുത്തിട്ടുള്ളത്, ഗോൾഡൻ കളറ്. അപ്പോൾ ഇനി അത് വന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പെയിൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കില്ല, ആ ഒരു സമയത്ത് നമ്മളെല്ലാം അടിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ പെയിൻറ്റ് ചെയ്യൽ കഴിഞ്ഞു. പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റിബൺ എടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റിബൺ തന്നെ വേണമെന്നില്ല, നിങ്ങളെടുത്ത് എന്തെങ്കിലും ചിരടോ നല്ല കട്ടിയുള്ള ചിരടൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് രീതിയിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ചിരട് വെക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഒരേ സ്പേസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം സ്പേസ് കൂടുകയോ കുറയോ ചെയ്യാതാൽ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞിട്ടും അങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്ന കാര്യം ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യാനെടുത്ത ആ റിബണിൻ്റെ ചെറിയൊരു പീസും കൂടെ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഹേർട്ട് ഷേപ്പാണ്, അത് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ക്യൂട്ടായിട്ടുള്ള ഹേർട്ട് വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, ബൈ, ടേക്ക് കെയർ.